ടി സിദ്ദീഖാണ് അടുത്തത്. വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധി ടി സിദ്ദീഖ്. ടി സിദ്ദീഖ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ടി സിദ്ദീഖ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ടി സിദ്ദീഖ് കൽപ്പറ്റയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയ ജനപ്രതിനിധി ഇപ്പോൾ ഇതാദ്യമായി മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ യുവമുഖങ്ങളിൽ ഏറ്റവും സീനിയറായ ഒരു നേതാവ് എന്ന രീതിയിലാണ് ടി സിദ്ദീഖിനെ നമ്മൾ കാണേണ്ടത്. അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് ചുരം കയറി വയനാട്ടിലെത്തിയ നേതാവാണ്. പിന്നീട് വയനാട്ടുകാരനെ പോലെയായി മാറുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ ആ ദുരന്ത സമയത്തൊക്കെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്ത് ടി സിദ്ദീഖിൻ്റെ ഇടപെടലുകളൊക്കെ അങ്ങേയറ്റം പ്രശംസനീയമായി മാറിയതാണ്. കഠിനാധ്വാനിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു ഉമ്മൻചാണ്ടിയാണെന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ടി സിദ്ദീഖ് മുൻപ് എപ്പോഴോ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തേണ്ടതായിരുന്നു എന്നൊക്കെ ചില വിലയിരുത്തലുകൾ മുൻപ് അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം എത്തുകയാണ്. നിയമസഭയിലേക്ക് അദ്ദേഹം എത്തുന്നു. രണ്ടാം തവണയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇതാദ്യമായി മന്ത്രിസഭയിലേക്ക് എത്തുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം 2021 കൽപ്പറ്റയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് മണ്ഡലം പിടിച്ചെടുക്കുന്നു. പിന്നീട് ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹത്തെ ജനം അവിടെ നിന്ന് നിയമസഭയിലേക്ക് വിടുകയാണ്. ടി സിദ്ദീഖ് ഇത്തവണ മന്ത്രിസഭയിലേക്ക് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.